ഇത് ഞാൻ കൊടുക്കുന്നതിന് കാരണം പാവപ്പെട്ടവർക്കെല്ലാം ചേട്ടന്മാര് വീടുണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. ഇത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മിഷനിലേക്ക് വേണ്ടിയിട്ട് ഇവൻ സംഭാവന തരികയാണ്. അപ്പൊ അവന്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ഉണ്ടെന്ന്. റോണിച്ചേട്ടന്റെ മനസ്സിന്റെ പിന്നെ നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ചെയ്തിരുന്നു. ഈ കാര്യങ്ങളും ഞങ്ങളെ വീഡിയോയും കാര്യങ്ങളെല്ലാം കണ്ട് ഈ മോൻ സ്വന്തം എടുത്ത തീരുമാനമാണ് അച്ഛന്റെ സമ്മതത്തോട് കൂടിയിട്ടോ സപ്പോർട്ട് ചെയ്ത് അവനൊരു പണിയായത്. എന്തായാലും ഇതൊരു സംഭവമാണ് കേട്ടോ, ഒരു സംഭവം. കാരണം ഒരു വർഷം ഈ കുഞ്ഞുങ്ങൾക്ക് ചില്ലറ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം കിട്ടും എന്നൊന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ മിഷൻ മൺട്രോപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും അടിപൊളി ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാവർക്കും സൂപ്പർ ഗുഡ് മോർണിംഗ്. നമ്മുടെ ദിവസം നല്ലതായിരിക്കട്ടെ. ഞങ്ങൾ തന്നെ ആശംസിക്കുന്നു, നിങ്ങളുടെ ദിവസങ്ങളും നല്ലതായിരിക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വളരെ സന്തോഷപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് അറിയിക്കാനുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ 2 ദിവസമായിട്ട് ഇവിടെയാണ്. ശനിയാഴ്ച മുതൽ ഇവിടെയാണ്, അതായത് പാണത്തൂർ അല്ലേ, പാണത്തൂരാണ്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുനേട്ടൻ്റെ വീടാണ്. സുനേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതുപോലെ ചേച്ചിന്റെ സുനിതേച്ചിയാണ് ചേച്ചിന്റെ പേര്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു മോളും കൂടി ഉണ്ട് കേട്ടോ, ക്ലാസ്സിൽ പോയതാണ്. അപ്പോൾ ഇവര് നല്ല സ്നേഹവും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങളോട് ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും നമ്മൾ ഓരോ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ ഞങ്ങൾ കാണുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരവും ഞങ്ങൾക്ക് വേണ്ടുന്ന മറ്റു കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരികയും ചെയ്തു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 100 കൂട്ടം പരിപാടികളുടെ ഇടയിൽ നടക്കുന്ന ഒരു ആളാണ്. സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്, അതുപോലെ മറ്റു കാര്യങ്ങൾ ചാരിറ്റി ആണെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് ബിസിയാണ്. എങ്കിൽ കൂടി എന്താ നമ്മുടെ കാര്യത്തിന് വേണ്ടി സമയം മാറ്റിവെച്ച് നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടും ബാക്കിയുള്ള ചെയ്താൽ മതി എന്ന രീതിയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു 2 ദിവസമായിട്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ രാവിലെ ഞങ്ങൾക്ക് ഇന്നലെ മുതൽ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയായിരുന്നു. രാവിലെ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ആ ഒരു സന്തോഷ വാക്കും കാര്യങ്ങളെല്ലാം കേട്ടു. ഞങ്ങൾ വയറ് നിറച്ച് ഞങ്ങളത് മുതലാക്കി കേട്ടോ. കുറേ നിർബന്ധിച്ചപ്പോൾ കുറേ കഴിച്ചു വയ്ക്കും. അപ്പോൾ ഒരുപാട് സന്തോഷം, ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പിയാട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വരവിൽ ഇപ്പോൾ ഓരോരുത്തരും അവരുടെ ഓരോ ആൾക്കാരായിട്ട് ഞങ്ങളെ കാണുകയും ഞങ്ങളോട് ഇടപെടുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. അപ്പോൾ ഒരുപാട് മനസ്സിന്ന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മിഷൻ എന്നുള്ളത് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിച്ചിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ട് തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുന്നുള്ള വിശ്വാസം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ നമ്മളെ സുനിലേട്ടൻ്റെയും ചേച്ചിൻ്റെയും വിശേഷം ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് കേട്ടിട്ട് വരാം. വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ പല യാത്രകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ കേരള സന്ദർശനം, കേരള യാത്ര, കേരളം മുഴുവൻ സന്ദർശിക്കുക, ഇന്ത്യ മുഴുവൻ കാണുക, കേൾക്കുക, അറിയുക. പക്ഷെ ഇതൊരു വിചിത്രമായ ഒരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നിയത്. പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ പുതിയ തലമുറയിൽ കുട്ടികൾക്ക്, ആ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഈ യാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും പിന്നെ എത്രയും പെട്ടെന്ന് ഈ പരിപാടി പിന്നെ അവരുടെ മനസ്സിലുള്ള ഉദ്ദേശം സാക്ഷാത്കരിക്കട്ടെ എന്ന് ഭഗവാന്റെ കടാക്ഷവും അല്ലെങ്കിൽ എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഭഗവാൻ ധാമത്തിൽ അല്ലെങ്കിൽ ആശീർവാദം അല്ലെങ്കിൽ എല്ലാവിധ ആശംസകളും പറയുന്നു. താങ്ക് യു. യാത്ര നന്നായി വരട്ടെ. താങ്ക് യു. ഞങ്ങളിതാ മറ്റൊരു വീഡിയോ കൂടി ചെറിയൊരു പരിമിതികൾ കൊണ്ടാണ് ഇത് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പലരുടെയും മാഷിൻ്റെയൊക്കെ തല ഇച്ചിരി ഉള്ളൂ. എന്നാലും ഞങ്ങളിപ്പോൾ വീണ്ടും പാണത്തൂരാണുള്ളത്. പാണത്തൂരിലെ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ ഇത് പിന്നെ നമ്മുടെ സുനിലേട്ടൻ്റെ ഷോപ്പാണ്. ചേച്ചിയാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ ഈ വ്യാപാരി, ഇവിടുത്തെ പാണത്തൂരിലെ വ്യാപാരി വ്യവസായികളുടെ അംഗങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൽ പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. പേര് സൂര്യനാരായണ ഭട്ട്. ഇവിടെ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ പേരൊന്നും പറയാമോ? ബിജു, പാണത്തൂര്. ഇത് പിന്നെ അജേട്ടല്ലേ, ഇവിടെ തന്നെയാണ് ചേട്ടായിൻ്റെ സജി. ഓക്കെ. എൻ്റെ പേര് മധു, ഹോട്ടലാണ്. വിനോദ്, തുണിഷോപ്പാണ്. തീർച്ചയായിട്ടും. എൻ്റെ പേര് ഉമേശൻ, കച്ചവടക്കാരനാണ്, പണത്തൂർ. ഓക്കെ. വയനാട്ടിൽ നിന്നും ഒരു അധ്യാപകനും ഒരു വ്യാപാരിയും, അവരുടെ പേര് നിജിനും റിനീഷും, അവർ ഭാരതം മുഴുവൻ യാത്ര ചെയ്ത് ഓരോ രൂപ കളക്ട് ചെയ്ത് പാവപ്പെട്ട 5 വീട്ടുകാർക്ക്, വീടുകളില്ലാത്തവർക്ക്, ഭവനരഹിതരായവർക്ക് വീട് വെച്ചു കൊടുക്കുവാനുള്ള സംരംഭവുമായിട്ടാണ് ഇന്ന് പാണത്തൂർ എത്തിച്ചേർന്നിട്ടുള്ളത്.
ജനുവരി മാസം 24-ാം തീയതിയായ ഇന്ന് അവരിവിടെ എത്തിച്ചേരുമ്പോൾ പല ജില്ലകളും താണ്ടി ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഓരോ രൂപയാണ് അവരുടെ ലക്ഷ്യമെങ്കിലും നമ്മളെ കൊടുക്കുന്ന സംഭാവനകൾ ഈ 5 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചുകൊണ്ട് അവർക്കൊരു തൊഴിൽ മാർഗം കണ്ടെത്തിക്കൊണ്ട് വയനാടിന്റെ ഉൾപ്രദേശത്ത് വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു സംരംഭവുമായിട്ടാണ് യാത്ര ചെയ്തിരിക്കുന്നത്. ഇവിടെ മുതൽ ഇന്ന് പനത്തടി പഞ്ചായത്തിലെ പാണത്തൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ബന്തെടുക്ക വഴി കാസർഗോഡിലേക്കാണ് അവർ പോകാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ബഹുമാനപ്പെട്ട സുമനസ്സുകൾ എല്ലാവരും അവരെ അകമഴിഞ്ഞ് സഹായിക്കണം. ഈ സംരംഭം വിജയപ്രദമാക്കി ഈ 5 കുടുംബങ്ങളെ പാർപ്പിക്കുമ്പോൾ അതൊരു ഉത്സവമാക്കി മാറ്റണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഈ വ്യാപാരി വ്യവസായിയുടെ ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ പാണത്തൂരിലെ യൂണിറ്റിലെ ഓരോ അംഗങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അത്രത്തോളം എന്താ പറയുക അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ ഓരോരുത്തരും കേട്ടോ. ഒരുപാട് സ്നേഹമായിരുന്നു. ഞങ്ങൾ വന്ന് രാത്രി ഞങ്ങളെ താമസിപ്പിക്കാനും ഭക്ഷണം തരാനും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും ഓരോരുത്തരും അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പേരെടുത്ത് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് എല്ലാവരും അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഈ മിഷൻ എത്രയും പെട്ടെന്ന് എന്താ പറയുക സാധിക്കാൻ തക്കോണം ഞങ്ങൾക്ക് എനർജി തന്നിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം, ഹൃദയം നിറഞ്ഞ നന്ദികൾ. താങ്ക് യു. അപ്പോൾ ഞങ്ങൾ ഇന്ന് രണ്ടാമത്തെ വീടെയാണ് അല്ലേ ഞങ്ങളിത്. അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുള്ളത് കേട്ടോ. കാരണം നമ്മുടെ ഈ വീടാണ്. ഈ വീടെന്ന് പറഞ്ഞാൽ അത് ആരുടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ റോണിച്ചേട്ടൻ്റെയാണ്. റോണിച്ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ബലാന്തോളിലേക്ക്, അതായത് പാണത്തൂരിൽ നിന്ന് ബലാന്തോളിലേക്ക് പോകാൻ നേരത്തെ തിരിച്ച് വീട് ഈ ഭാഗത്താന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങളെ എന്താ പറയുക അങ്ങനെ പ്രതീക്ഷിച്ചില്ല കാണാൻ പറ്റുമെന്ന്, വീട്ടിൽ വരാൻ പറ്റുമെന്നോ വീട്ടിൽ കയറാൻ പറ്റുമെന്നോ കൊച്ചിനെയും ഇവരൊക്കെ കാണാൻ പറ്റുമെന്നോ പ്രതീക്ഷിച്ചില്ല. എങ്കിൽ കൂടി ഞങ്ങളുടെ എന്താ പറയുക അനൗചര്യവും എന്താ പറയുക പ്രതീക്ഷിക്കാതെ ഞങ്ങളിങ്ങനെ റൈഡ് ചെയ്ത് പോയപ്പോൾ ഈ മോൻ അവൻ്റെ പേരായിരുന്നു സോറി നെബിൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സൈക്കിള് കണ്ട് ഞങ്ങളെ തിരിച്ചറിഞ്ഞ് ഹായ് പറഞ്ഞ് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു. നമ്മുടെ ചേച്ചിയുണ്ട് ഇവിടെ, റോണിച്ചേട്ടൻ്റെ ചേച്ചിയുണ്ട്. വന്ന പാട് ഞങ്ങൾക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ തന്നു. ഞങ്ങളെ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഇവിടെ ഇരുത്തി. റോണിച്ചേട്ടൻ ഡ്യൂട്ടിയിലായിരുന്നു. അവിടുന്ന് ഒരു 10 മിനിറ്റിൻ്റെ യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക്. ഞങ്ങളെ കാണാൻ തക്കവണ്ണം ഓടി ഇവിടെ എത്തി. ഇതിനെക്കാട്ടിലും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മോൻ ഇവൻ്റെ സമ്പാദ്യം അത് കാണിച്ചു തരാം കേട്ടോ. അതുണ്ടോ ഒരു താക്കോലും ഉണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. കാരണം ഇവൻ 1 വർഷമായിട്ട് ഇവൻ സൈക്കിള് വാങ്ങാൻ വേണ്ടി കൂട്ടിവെച്ചിരിക്കുന്ന ആ ഒരു സംഭാവന അല്ല കുഞ്ചിയാണ്, അവൻ്റെ സമ്പാദ്യമാണ്, ഇത്രയും നാളത്തെ സമ്പാദ്യം. ഇത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മിഷനിലേക്ക് വേണ്ടിയിട്ട് ഇവൻ സംഭാവന തരികയാണ്. അപ്പം അവൻ്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ഉണ്ടെന്ന്. റോണിച്ചേട്ടൻ്റെ മനസ്സിൻ്റെ പിന്നെ നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ചെയ്തിരുന്നു. ഈ കാര്യങ്ങളും ഞങ്ങളെ വീഡിയോയും കാര്യങ്ങളെല്ലാം കണ്ട് ഈ മോൻ സ്വന്തം എടുത്ത തീരുമാനമാണ് അച്ഛൻ്റെ സമ്മതത്തോട് കൂടിയിട്ടോ ഞങ്ങൾക്ക് ആ കുഞ്ച് മൊത്തം തരാൻ വേണ്ടി പോവുക. അപ്പോൾ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹൃദയം നിറഞ്ഞ സന്തോഷം ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ ഈ നിമിഷത്തിൽ. ഈ കുഞ്ഞു മോൻ പോലും ഞങ്ങൾ അത്രയും അധികം അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷവും ശരിക്ക് മനസ്സ് നിറയുന്നു ശരിക്ക്. അപ്പം നമുക്ക് പിന്നെ അവൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്നും കൂടി നമുക്ക് ചോദിച്ചിട്ട് എന്നിട്ട് നമുക്ക് ആ സംഭാവന നമുക്ക് ഇതിനകത്തേക്ക് വാങ്ങാം. എൻ്റെ പേര് നെയ്യം പോൾ റോണി. ഞാൻ സെന്റ് മേരീസ് സ്കൂളിലാണ് പഠിക്കുന്നത്. സെന്റ് മേരീസ് സ്കൂൾ ചെറുപ്പനത്തിൽ. ഇത് ഞാൻ കൊടുക്കുന്ന കാരണം പാവപ്പെട്ടവർക്കെല്ലാം ചേട്ടന്മാര് വീടുണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഗിയർ സൈക്കിള് മേടിക്കാൻ വേണ്ടി സമ്പാദിച്ച പൈസയാണ്. ഞാൻ ഈ കൊടുക്ക ചേട്ടന്മാരോട് സന്തോഷമായി കൊടുക്കുന്നു. അവർ വീട് വേണമെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കും. തീർച്ചയായിട്ടും. അതെ, ഞങ്ങൾക്ക് എല്ലാവിധ ആശംസയുണ്ടോടാ. എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇവൻ്റെ കയ്യിലുള്ള കുഞ്ചി ഒന്ന് കാണാം അല്ലേ. ഇത് കണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഒരു വർഷത്തെ ഇവൻ്റെ സമ്പാദ്യം ഗിയർ സൈക്കിൾ വാങ്ങിയിട്ട് ഓടിക്കാൻ, അതായത് അതിൻ്റെ കൊതി കൊണ്ട് ഇവൻ സമ്പാദ്യം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ.
അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കത് കാണാം, നമുക്കത് പൊട്ടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ നമുക്കിടാം. നമ്മളിത് ആ സന്തോഷകരമായ നിമിഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചുമോൻ്റെ 1 വർഷത്തെ സമ്പാദ്യം, അവൻ സൈക്കിള് വാങ്ങാൻ കാത്തു വെച്ചിരുന്ന ആ 1 വർഷത്തെ സമ്പാദ്യം മുഴുവൻ ഇതാ ഇവിടേക്ക് നമ്മുടെ മുന്നിലേക്ക് ഇതാ. എൻ്റെ ഇത് നോക്കി, ഇത് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇത് എന്തോരം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ഏകദേശം ഊഹിച്ചാൽ മതി. ഇത് കണ്ടോ, എത്ര ഉണ്ടെന്ന് നിങ്ങൾ ഏകദേശം ഊഹിച്ചാൽ മാത്രം മതി. ഇതിനകത്ത് 10ഉം 5ഉം 2ഉം എല്ലാ പൈസയുണ്ട് കേട്ടോ. ഇത് ഇവനാണ് ഇതിൻ്റെ സൂത്രധാരൻ. സൂത്രധാരൻ എന്ന് പറഞ്ഞാൽ എന്താ പുലിയല്ലേ? കാരണം അതെ, ഏറ്റവും നല്ല മനസ്സിന് ഉടമയെന്ന് പറയാം. പല ആൾക്കാരും 1 രൂപ പോലും ചോദിച്ചിട്ട് തരാതിരുന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ആ വ്യക്തികളിൽ എന്താ പറയുക, ഇവൻ പുലിയാണ്. ഇവൻ്റെ മനസ്സ് നിറഞ്ഞിട്ടുള്ള ആ സന്തോഷവും കാരണമൊക്കെയാണ് നമുക്കിതാ ഈ ഒരു കുഞ്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ കുഞ്ഞിനുള്ള ഡ്യൂട്ടിയായി കേട്ടോ. നമ്മുടെ കുഞ്ഞിനുള്ള ഡ്യൂട്ടിയായി, ഇന്നത്തെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഇത് ഏകദേശം വൈകുന്നേരം വരെ ഇടാനുള്ളതുണ്ട്. അവനൊരു പണിയായി. ഞങ്ങൾക്കൊരു എന്താ പറയുക, നല്ല സപ്പോർട്ട് ചെയ്ത് അവനൊരു പണിയായി ഇത്. എന്തായാലും ഇതൊരു സംഭവമാണ് കേട്ടോ, ഒരു സംഭവം. കാരണം 1 വർഷം ഈ കുഞ്ഞുങ്ങൾക്ക് ചില്ലറ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം കിട്ടും എന്നൊന്നും എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഒരു ദിവസം 1 രൂപ വീതം കിട്ടിയാലും ഇത്രയും കോയിൻസ് കിട്ടണമെങ്കിൽ എത്ര ദിവസം ഇടണം എന്ന് ആലോചിച്ച് നോക്കി. അത് അത്രയും ദിവസം ഇടുന്നത് മാത്രമല്ല, അവൻ്റെ ആ ആഗ്രഹപ്രകാരം സൈക്കിള് വാങ്ങാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയുക, വലിയൊരു സംഭാവന നമ്മുടെ കുഞ്ചിയിലേക്ക്. നമ്മളെ കുഞ്ചെന്നറിയത് ഇത് മൊത്തം. അപ്പോൾ എന്താ പറയുക, എല്ലാ ആൾക്കാരും കുഞ്ഞു മക്കൾ പോലും ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സ്നേഹം കാര്യങ്ങളും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്ന പോലെ ശരിക്കും മനസ്സ് നിറയുകയാണ് ഈ അവസരത്തിൽ. ഇത് കണ്ടോ, നമ്മുടെ നെവിൻ്റെ ചെറിയൊരു വർക്കും കൂടി ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഈ നെവിൻ ശരിക്കും പറഞ്ഞാൽ അവനൊരു കല, എന്താ പറയുക, ഒരു അവൻ്റെ വലിയ വലിയ പരിപാടികൾ ഉണ്ടാവും. ഇതൊക്കെ അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി. അതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊരു ജീപ്പാണ്, എൻ്റെ ചാച്ചൻ്റെ ജീപ്പാന്ന് പറഞ്ഞത്. അപ്പോൾ അതേപോലുള്ള ബോണറ്റൊക്കെ തുറക്കാൻ പറ്റും കേട്ടോ. ഏരിയലുണ്ട്, ഷോക്ക് ഓപ്സറൊക്കെ ഉണ്ട് കേട്ടോ. ഷോക്ക് ഓപ്സറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അടിപൊളി. ഇതൊക്കെ ബോണറ്റൊക്കെ റെഡിയാക്കാം, പൊന്തിക്കാം. ഓക്കെ, കുഞ്ഞു പയ്യനാട്ടോ. ഇതുണ്ടോ, സസ്പെൻഷനും കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ വേണ്ടി നമ്മുടെ ഈ ബസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ബസ്സാണ്, പിക്കാച്ചുവിൻ്റെ ബസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തണ്ടർ എന്ന് പറഞ്ഞ ബസ്സാണ് കേട്ടോ. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പണിയിലാണ്. അവൻ്റെ പണിപ്പുരകളാണ് ഇതൊക്കെ. ഇത് പിന്നെ ഇത് ഒരു KSRTC ബസ്സിൻ്റെ, അതായത് കൊമ്പൻ്റെ ഓക്കെ. ഇത് കൊമ്പൻ്റെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ടില്ല, വർക്ക് കഴിഞ്ഞിട്ടില്ല, അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടയറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട്. അപ്പോൾ ഒന്ന് കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ ഉസാറാവും. ബാക്കിലെ ഡിക്കിങ് കാര്യങ്ങളൊക്കെ തുറക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ KTM ഒന്നുകൂടെ കത്തിച്ചേടാ. KTM 390ൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ. അവൻ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന നോക്ക്. ഇതൊക്കെ എങ്ങനെയാണെന്നും കൂടി അറിയില്ല. നമ്മളെ പിള്ളേരുടെ ഒരു കാര്യം നോക്കി. ഇതുണ്ടോ, KTMൻ്റെ പണിയിലാണ്. ഇതുണ്ടോ, വണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കാണിച്ചേട്ടാ. KTM ഒറിജിനൽ അല്ലേ, അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവൻ വെറുതെ ജസ്റ്റ് പിക്ചർ നോക്കിയിട്ട് വെറുതെ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇവന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു എന്താ പറയുക
ആരും പറഞ്ഞു കൊടുക്കുകയും കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം ഓൻ കാർഡ്ബോർഡ് വെച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അത് നല്ലൊരു ഞാൻ മോൻ പറയാൻ നിൽക്കുമായിരുന്നു. ഇതുണ്ടോ, ഇതും ബസ്സിൻ്റെ പണിപ്പുരയിലാണ്. അവൻ പെയിൻ്റൊക്കെ അടിച്ച് പൊട്ടിയൊക്കെ ഇട്ട് അങ്ങനെ സെറ്റപ്പ് ആക്കണം. പൊട്ടിയിട്ടപ്പോൾ എല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ ഇവന് കണ്ടോ വയറിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് വളരെ സന്തോഷം. മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇവരെ വെഡിങ് ആനിവേഴ്സറി ഇവരെ ഒളിപ്പിച്ച് വെച്ചിരിക്കരുത്. അപ്പോൾ രണ്ടുപേർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ മിഷന്റെ വക ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. വലത് സൈഡിലേക്ക് ഒരു പിടുത്താണ് കേട്ടോ. എന്താ അറിയാം, നെവിൻ മോൻ്റെ നമ്മളെ റോണി ചേട്ടൻ്റെ ഇളയ രണ്ടാമത്തെ ആള് നെവിൻ. അവർക്ക് 2 കുട്ടികളാണ് കേട്ടോ. ഒരാൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ നെവിൻ എന്നാണ് പേര്, നെവിൻ റോണി. അവൻ്റെ 1 വർഷത്തെ സമ്പാദ്യം ഞങ്ങളെ കുഞ്ചിയിൽ കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചവിട്ടാൻ പറ്റുന്നില്ല. ഒരു സൈഡിലേക്ക് നല്ല ഭാരം. സത്യമാണ് കേട്ടോ. നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങൾ വീഡിയോയിൽ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അത്രയും ചില്ലറ 2 പേരുടെയും ബോക്സിൽ ഒരേപോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1000 രൂപേൻ്റെ മുകളിൽ എന്തായാലും ഉണ്ടാവും. ഒരു കൊച്ച് 4 വയസ്സുള്ള 8 വയസ്സോ 6ാം ക്ലാസ്സിലല്ലേ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ നെവിൻ മോൻ്റെ 1 വർഷത്തെ സമ്പാദ്യമാണ് അവൻ നമ്മുടെ ഈ മിഷനിലേക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ വീട് പണിക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് വെക്കാൻ വേണ്ടി, ഒരു 5 കുടുംബത്തിന് വീട് വെക്കാൻ വേണ്ടി, അവരുടെ ഇതിലേക്ക് പങ്കാളിയാവാൻ വേണ്ടി ഞങ്ങൾ അതേപോലെ അങ്ങനെ വെള്ളാന്തോടിലേക്കുള്ള യാത്രകളാണ് കേട്ടോ. വെള്ളാന്തോട്, അതായത് പാണത്തൂർ ടു വെള്ളാന്തോടിലേക്കുള്ള യാത്രയിൽ നമ്മളെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടേ വഴിയിൽ നിന്ന്. ഈ വെയിലത്ത് നല്ല അധ്വാനമാണ്. അപ്പോൾ എന്താ പറയുക, തലയിലൊരു തോർത്ത പോലെ ഇല്ലാണ്ട് വെയിലത്ത് നല്ല പണിയാണ്. കാരണം അല്ലേ, മരത്തിൻ്റെ പണിയെടുക്കുന്നത് എല്ലാവർക്കും അറിയാം, നല്ല അധ്വാനമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും സൂപ്പറായിട്ട് പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ കണ്ടു. ചേട്ടന്മാരെ എല്ലാവരും ഹായ് പറയൂ ഞങ്ങളോട്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ ചേട്ടന്മാരെ കാണുക മാത്രമല്ല കേട്ടോ, പരിചയപ്പെടുക മാത്രമല്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സപ്പോർട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്താ പറയുക, നമ്മൾ പോകുന്ന പോക്കിൽ പിടിച്ചു നിർത്തി നമ്മൾ പരിചയപ്പെട്ടു. നമുക്ക് നല്ലൊരു സംഭാവനയും എല്ലാം ഇവരെ എന്താ പറയുക, നല്ലൊരു സപ്പോർട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടി. അപ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ നല്ലൊരു പാലവും നല്ലൊരു പുഴയും ഞങ്ങൾ കണ്ടുപിടിച്ചു. അതല്ല, ഞങ്ങൾ പോകുന്ന വഴിക്കുണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ ബന്ദർക്കാട്ടോ, കാസർഗോഡ് ഭാഗത്തേക്ക്. അതായത് പാണത്തു നിന്ന് തിരിച്ച് നമ്മൾ വെള്ളാന്തോട് വന്നു, വെള്ളാന്തോട് നിന്ന് ബന്ദർക്ക ഭാഗത്തേക്കാണ് പോകുന്നത്, അവിടെ നിന്ന് കാസർഗോഡേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട നല്ലൊരു പുഴയാണ് കേട്ടോ. ഇച്ചിരി നീളമുള്ളൊരു പാലവും നല്ല അടിപൊളി സീനറി, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്താനും ആ കാഴ്ചകളൊന്ന് കാണിക്കാനും എടുക്കുന്നൊരു വീഡിയോ ആണ് ഇത്. ഒരാൾ ഇവിടെ ഉണ്ട് ബാക്കിൽ. മൂപ്പര് ഓൾ ഇന്ത്യ റൈഡ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഫുള്ള് ഉറക്കവും തീറ്റയും പോകുമ്പോഴേയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മൂപ്പരെ കുറിച്ച് ഇങ്ങനെ പോയിട്ട് പറയുമ്പോൾ മൂപ്പർക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും പറയണ ഇഷ്ടമല്ല മൂപ്പർക്ക്. അപ്പോൾ നമ്മൾ ഈ പുഴേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്ക് ഒരു 48 വർഷം മുമ്പ് ചെറിയൊരു പാലം മാത്രമായിരുന്നു ഇവിടെ. അവിടെ ഈ പുഴ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നല്ല അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് തോന്നണേ. അതായത് ലക്ഷണങ്ങൾ വെച്ചിട്ടേ അപ്പോൾ ഒരുപാട് വെള്ളം കാര്യങ്ങൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു 46 വർഷം മുമ്പാണ് നമ്മൾ ഈ പാലത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ചെറിയ കുട്ടിയാണ്. എന്ന് വെച്ചാൽ എനിക്കാകെ അന്ന് 30-32 വയസ്സിൻ്റെ അടുത്തുള്ളൂ പ്രായം. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ ഇതിൻ്റെ ഈ പാലത്തിൻ്റെ പണിക്കൊക്കെ ഞാനും എൻ്റെ കൂട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു വർഷത്തിനിടയ്ക്ക് ഒരു 8 മാസത്തെ പിടിച്ചു നമ്മൾ ഈ പാലത്തിൻ്റെ വർക്ക് എടുത്ത് തീർക്കാൻ. അപ്പോൾ എന്നുവെച്ചാൽ ആ സമയത്ത് ഒരു വലിയൊരു മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കണ്ടമാനം വന്ന് അങ്ങനെ ഭയങ്കരമായിട്ടൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന പറമ്പിൽ ഇവിടെ ടെൻ്റ് അടിച്ചിട്ടായിരുന്നു ഞങ്ങൾ അന്ന് താമസിച്ചിരുന്നത്.
അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ പണിത് തീർത്തൊരു പാലാണ് കേട്ടത്. അപ്പോൾ ഇത് അന്നൊക്കെ നല്ല വെള്ളം ഇത് ഇവിടെയൊക്കെ കണ്ടോ, ഇത് വെള്ളം കുറവല്ലേ, ഇത് അന്നൊക്കെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കുക. അതുപോലെ ഇതിൻ്റെ അടിയിൽ ഷട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഷട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നീട് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കണം എന്ന് ഒരു തോന്നൽ, അങ്ങനെയാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മൂപ്പര് പറയാം ഞാനും ഉള്ളു തള്ളാന്ന്. മൂപ്പര് ഒരു മാഷല്ല, അങ്ങനെ പറയാൻ പാടുണ്ടോ? മാഷ് അങ്ങനെ പറയാൻ പാടുണ്ടോ മാഷേ ഞാൻ തള്ളാന്ന്? അയ്യോ, വണ്ടി നിൽക്കുന്നില്ല, ബാക്കിൽ ബ്രേക്കില്ല, അതുകൊണ്ടാണേ. ചെറിയൊരു ഷട്ടർ തുറന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ബന്തെടുക്കുക എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. ഇനി നമ്മൾ കാസർഗോഡിൻ്റെ ഹൃദയഭാഗങ്ങളിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ NSS എസ്റ്റേറ്റ് പനത്തടി ഓഫീസ് ഒക്കെ അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ട് ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ യാത്രയിലാണ്. ഞങ്ങളുടെ യാത്ര ഇങ്ങനെ നമ്മൾ പോയ വഴികളെക്കുറിച്ച് മറന്നു പോവില്ല എന്നതിൻ്റെ തെളിവുകളാണ് കേട്ടോ ഇതെല്ലാം. നമുക്ക് ദൂരം കൂടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരൊന്നും ഒരിക്കലും മറന്നു പോവില്ല. പക്ഷേ അറിയാതെ കോണ്ടാക്ട് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം നമ്മുടെ യാത്ര എങ്ങനെയാണ്, ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ എല്ലാവരും നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ആ മനോഹരമായ മുഹൂർത്തം വരുമ്പോൾ ആ സമയത്ത് നിങ്ങളെല്ലാവരും അറിയിക്കാൻ കോണ്ടാക്റ്റിൽ കോണ്ടാക്ട് ലിസ്റ്റിൽ നിങ്ങളുടെ എല്ലാവരും പേരും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൊട്ടിയൂരിൽ നിന്നൊക്കെ ഒരു ജിബിൻ, അച്ഛൻ്റെ അമ്മേനെ പേര് ഓർമ്മയില്ലേ, ഒരു ജിബിനാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് താമസിക്കാൻ ഒരു ഇടം. അതായത് അതിനു മുമ്പ് താമസിച്ചത് നമ്മുടെ മാഷിൻ്റെ ഒരു ചേച്ചിയുടെ വീട്ടിലാണേ. അതിന് ശേഷം നമുക്ക് പുറമേ ഉള്ള ഒരാൾ ഒരു താമസിക്കാൻ ഒരു ഇടം റെഡിയാക്കി തന്നത് നമ്മുടെ ജിബിനാണ്, കൊട്ടിയൂരുള്ള. അപ്പോൾ അത് മുതൽ ഇങ്ങോട്ടേക്ക് അതിന് ശേഷം പരിചയപ്പെട്ടാണ് നമ്മുടെ ടീച്ചറമ്മേനെ, അമൃതദേവൻ്റെ അമ്മ ടീച്ചറമ്മേനെ. അതുപോലെ ഒരുപാട് നമ്മൾ ഈ ആലക്കോടൊക്കെ എത്തിയപ്പോൾ പേര് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാവരും പേരും ഏകദേശമൊക്കെ ഓർമ്മയുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാ രീതിയിലും നല്ല സപ്പോർട്ടായിരുന്നേ. അപ്പോൾ ഇതുവരെ ഞങ്ങൾ നേടിയിരിക്കുന്ന വിജയം ഞങ്ങളുടേതല്ല, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടുണ്ടാക്കി ഞങ്ങൾക്ക് കിട്ടിയതാണ്. നിങ്ങൾ തന്ന ഓരോ രൂപകളും അതാണ് ഞങ്ങളെ ഈ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കഴിഞ്ഞ ദിവസം 1 ലക്ഷം രൂപ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഓണർക്ക് ജോഷിയേട്ടന് കൊടുക്കാൻ കഴിഞ്ഞത് കേട്ടോ. ജോഷിയേട്ടൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ജോഷിയേട്ടൻ്റെ പൈസ എത്രയും പെട്ടെന്ന് കൊടുത്ത് തീർക്കണം, സ്ഥലത്തിൻ്റെ ബാക്കി പൈസ. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ വീട് പണിയണം. ആ വീട് പണി തീർന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ വീട്ടിലേക്കും പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഉടനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. അതുപോലെ നമ്മളെ അപ്പോൾ ഈ കയറ്റം കുറച്ചധികം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഉണ്ടായൊരു ചെറിയൊരു വലിയൊരു അനുഭവമാണ്. അതായത് ചെറുതാണ്, വലുതാണ്, നല്ലതാണ്. നമ്മുടെ മിഷനിലേക്ക് നമ്മുടെ പയ്യൻ്റെ നെവിൻ്റെ, അതായത് നമ്മുടെ വെള്ളാന്തോടാണ് അദ്ദേഹത്തിൻ്റെ വീട്. റോണിയേട്ടൻ്റെ കൊച്ചുമോൻ, ഇളയമോൻ, രണ്ടാമത്തെ ആൾ. അവൻ 1 വർഷമായിട്ട് കൂട്ടിവെച്ച അവൻ്റെ സമ്പാദ്യം ഞങ്ങൾക്ക് തന്നപ്പോൾ, അല്ലെ നമ്മുടെ ഈ മിഷന് വേണ്ടി തന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അത് ഒരു പക്ഷേ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ചി നിറച്ചതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഈ 2 പേരുടെയും കുഞ്ചിയിൽ 3/4 ഭാഗത്തോളം കോയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി എത്ര ഉണ്ടാവുമെന്ന്. ഞങ്ങളത് എണ്ണി കേട്ടോ. ഞങ്ങളത് ചില്ലറ മാറ്റാൻ വേണ്ടി എണ്ണിയായിരുന്നേ. അപ്പം ഞങ്ങൾക്കറിയാം, പക്ഷേ
അവൻ്റെ മനസ്സ് ഞങ്ങളോട് കാണിച്ചതും നമ്മുടെ മിഷനോട് കാണിച്ചതും ആ ഒരു സ്നേഹവും താല്പര്യവും എത്രത്തോളം ഉണ്ടെന്ന്. ആ കൊച്ചു പയ്യനാ, അവന് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പപ്പനോട് ചോദിച്ചിട്ട് അവൻ ആ പൈസ മൊത്തം ഞങ്ങൾക്ക് തന്നു. അവൻ്റെ സൈക്കിളല്ലായിരുന്നു അവൻ്റെ ലക്ഷ്യം. അവൻ ആ ലക്ഷ്യം മറന്ന് മാറ്റിവെച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പൈസ തന്നപ്പോൾ, അവൻ്റെ ആ കുഞ്ചി തന്നപ്പോൾ ശരിക്കും ഞങ്ങളെ ഹൃദയമാണെന്ന് അറിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായി എന്നുള്ളതാണ്. ഒരുപാട്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള 2 ഗൈസിനെ കണ്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നാട്ടോ. അപ്പോൾ നമ്മുടെ പിന്നെ നമ്മളെ ആരാധകരാണേ പോണേ. നമ്മുടെ സ്നേഹമുള്ള ഓരോ വ്യക്തികളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ റോണിയേട്ടൻ്റെ കൊച്ചിനെയൊക്കെ സന്തോഷം, അവൻ്റെ സ്നേഹവും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഫീൽ ചെയ്ത കാര്യം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് എല്ലാവരോടും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്പെഷ്യൽ. ആരെയും മറന്നിട്ടില്ല കേട്ടോ. എല്ലാവരെയും ഓർമ്മകളുണ്ട്. പറഞ്ഞു വരുമ്പോൾ ചില പേരും കാര്യങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് മാത്രമേ ഉള്ളേ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനിയും കുറച്ചും കൂടി ദൂരം ഉണ്ടെന്ന് തോന്നണം. കയറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒന്ന് ആഞ്ഞു പിടിക്കട്ടെ. ഓക്കെ. മാഷ എങ്ങോട്ടാ? ആ ബന്തെടുക്കേ? അവിടെ എന്തെടുക്കാനോ? ആണോ? അപ്പോൾ മാഷോട് ഞാൻ ചോദിച്ചു ബന്തെടുക്കൽ എന്തെടുക്കാൻ പോവാന്നേ. അപ്പോൾ മാഷ് പറയാ ബന്തെടുക്കൽ ഒന്നും എടുക്കാനില്ല. നല്ല വഴിയില്ലേ, നല്ല സുഖം സൈക്കിൾ പോട്ടെ. കയറ്റാണെങ്കിലൊന്നും പ്രശ്നമില്ല. ഇച്ചിരി കിതയ്ക്കുന്നുണ്ടല്ലേ. അപ്പോൾ ചേട്ടാ വാടാ ബാക്കിനായിട്ടില്ലോ. നമ്മൾ ചാമണ്ടിക്കുന്നിലെ ഗൈസാണ് കേട്ടോ. അവിടെ ചാമണ്ടിക്കുന്നിലെ നമ്മുടെ ആൾക്കാരാണ്. അതിനിടയ്ക്ക് ഒരു തലയും കൂടി വേറെ ഉണ്ട് കേട്ടോ. അത് ഇവിടുത്തെ ഒരു ചേട്ടനാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ കാത്ത് 2-3 പേരുണ്ടായിരുന്നു. അതിപ്പോൾ അതാ ഇത്രയും ആൾക്കാരായി. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് ഇവിടുത്തെ ഓരോ പിള്ളേർ ഗൈസ് എന്ന് തന്നെ പറയാം കേട്ടോ. അവർ പോകുന്ന വഴിക്ക് ആൾക്കാർ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പിടിച്ചു നിർത്തിയിട്ട് അവരോട് കാര്യം ഞങ്ങൾ പറയണ്ട, അവരെന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൈസ വാങ്ങി കൊണ്ടേ കുഞ്ചിയിലിട്ട് തരിക. അതാണ് ഇവിടുത്തെ പിള്ളേർ. അപ്പോൾ അടിപൊളി, സന്തോഷം, ഒരുപാട് ഹാപ്പി. താങ്ക് യു. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ വന്ന് ചാച്ച അവിടെ നിന്നോ ഇങ്ങനെ വന്ന് ഇവിടെ നമ്മുടെ എന്താ പറയുക ബന്തെടുക്കലേക്ക് പോകുന്ന വഴിക്ക് ചാമണ്ടിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ നാട്ടുകാരുടെ സപ്പോർട്ടാണ് നിങ്ങൾ കാണുന്നത്. കാരണം ഞങ്ങൾ എവിടെ പോയാലും അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മൾ വീഡിയോ എടുക്കാറുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടുന്ന് നല്ല രീതിയിലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. ഞങ്ങളിതാ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഈ ചാച്ചൻ്റെ അമ്മേൻ്റെ ആ ബൈക്കിൽ നിൽക്കുന്നുണ്ട് അമ്മേൻ്റെ കടയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നാട്ടുകാരുടെ സപ്പോർട്ട് കൂടി, അതായത് ഇവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് കൂടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. ഒരുപാട് സന്തോഷം ചേട്ടന്മാരെ, താങ്ക് യു. അപ്പോൾ ഞങ്ങളെന്ന് പറയുമ്പോൾ എന്നെ കാണുന്നില്ല അല്ലേ. ഞങ്ങളുള്ളത് അതായത് പഠിപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നമ്മൾ പിന്നെ ടെൻ്റ് അടിക്കാൻ അതല്ലെങ്കിൽ താമസസൗകര്യം തേടിയിട്ടുള്ള യാത്രയിലായിരുന്നു. അപ്പോൾ ഒരു സ്ഥലം, അതായത് പഠിപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വാസ്തിക ആർട്സ് ആൻഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു സംഘത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വന്നു. അപ്പോൾ ഇവരെല്ലാവരും പരിചയപ്പെട്ടു. ഒത്തിരി എന്താ പറയുക, ഇവർ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ആശയങ്ങളെല്ലാം ഇവർ പറയേണ്ട വ്യക്തമായി കേട്ടു. അപ്പോൾ അതിലൊക്കെ അവർക്കും അതേപോലെ ഞങ്ങൾക്കും ഇവരെ കാണാൻ സാധിച്ചാൽ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ചേട്ടന്മാരെ, നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളോടോ അല്ലെങ്കിൽ ഇവരോടൊക്കെ പറയാനുണ്ടോ? പ്രവർത്തനത്തിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ച 2 ചെറുപ്പക്കാർക്കും സ്വസ്തിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും ഈ നാടിൻ്റെയും പേരിൽ എല്ലാ ആശംസകളും നേരുന്നു. വിജയിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. താങ്ക് യു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ സൗണ്ട് കുറവിൻ്റെ കാരണം എന്താ അറിയോ,
ഞങ്ങളിപ്പോൾ ഒരു പള്ളിയിലാണ്, ആ പള്ളീൻ്റെ ഹാളിലാണ്. അപ്പോൾ കുറഞ്ഞ സൗണ്ടിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതെന്തത് ഇത് ടെൻറ്റിൻ്റെ കാലാണ്. അപ്പോൾ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇന്ന് വളരെ ചെറുതായിരുന്നു. അതായത് ബളാന്തോട് തൊട്ടിട്ട് നമ്മൾ ബന്ദർക്ക വരെയുള്ള ദൂരം ഒരു 12 കിലോമീറ്റർ, 18-12 കറക്റ്റ് അറിയില്ല, 10 മുകളിലുണ്ട്. നല്ല കയറ്റമാണ് കേട്ടോ, നിങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ചവിട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വരുന്ന വഴിക്കൊക്കെ കിട്ടിയ കളക്ഷനൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അടിപൊളിയായിരുന്ന കാര്യങ്ങളല്ല കേട്ടോ. ഈ നാളെ നമ്മൾ ബന്ദർക്ക ടൗണിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ബന്ദർക്ക കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ കാസർഗോഡ് ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മൾ മറ്റേ സാധനം നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അങ്ങനെ എന്താ പറയുക, നമുക്ക് 5 എന്നുള്ളത് 10-15 ആക്കണം. ഞങ്ങളുടെ അധ്വാനം കൊണ്ട് ഒരു 5, നമ്മുടെ യൂട്യൂബ് കൊണ്ട് ഒരു 5 കൂടെ ആയാലോ, ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഞങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. നമുക്കൊന്നും അറിയില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ സാധാ നമ്മുടെ നോർമൽ ജീവിതം അതാണ്. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കയറുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ്, നല്ലൊരു ശുഭരാത്രി ആശംസയുണ്ട്. ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ഗുഡ് നൈറ്റ്. താങ്ക് യു.